ഹലോ എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് വൈബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തക്കാളി, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മളുടെ വാളംപുളിയും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഒക്കെ പൊട്ടിച്ച്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും ഇടാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കുക. അപ്പോൾ ഇത് ഇളക്കുന്ന ഈ ടൈമിൽ, അത് മൂക്കുന്ന ഈ ടൈമിൽ നമുക്ക് നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വച്ചിരിക്കുന്നതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം മീൻസ് അതൊന്ന് വറ്റി വരണം, കുറുകി വരണം. കുറുകി വരുന്നത് വരെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ നിൽക്കണം കേട്ടോ. നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ നിൽക്കുക. അങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ നമ്മളുടെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യവും ഇടാം കേട്ടോ, കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന സമയത്തും ഇടാം. നമ്മളുടെ സൗകര്യം എങ്ങനെയാണോ ആ ടൈമിലനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ പച്ചമുളക്. ഇതിങ്ങനെ കുറുകി വരുന്ന ടൈമിൽ വേണം നമ്മൾ തക്കാളി ഇടാൻ. തക്കാളിയും നിങ്ങൾക്ക് എണ്ണ വഴറ്റുന്ന സമയത്ത് തന്നെ ഇടാം. എനിക്ക് മീൻ കറിയിൽ തക്കാളി ഇങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം, അപ്പം അത് കാരണവും ഞാൻ ഇപ്പോൾ ഇടുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഇങ്ങനെ വെക്കുക. വച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും മീൻ നമ്മൾ ഇടുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ തിളച്ച്, അരപ്പിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ മീൻകറി ഇങ്ങനെ ആയി വരുന്നതുകൊണ്ട് ഇനി വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, കാരണം രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ കറിവേപ്പില പറിക്കാനും ഇറങ്ങിയില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാ ചെടികളും അവരും ഉറങ്ങണ്ടേ, അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് നമ്മളതങ്ങ് മൂടി കുറച്ച് നേരം വെക്കുമ്പോൾ നല്ലപോലെ തിളച്ച് മറിയുന്നുണ്ട് നമ്മളെ മീൻ, കണ്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ അതേ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ച് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇത് നാളത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ മീൻ കറി അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ദിവസം വച്ച് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ താങ്ക് യു.